ലക്കിടി കിള്ളുകുരിശിമംഗലം പഴയടത്തുമന എന്നാണ് ഞങ്ങളുടെ ഇല്ല പേര്. ഏട്ടനാണ്. ഏട്ടന് 23 ജൂൺ മാസത്തിൽ സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്നിട്ട് ഒരു 2 ദിവസം വള്ളുവനാട് ഹോസ്പിറ്റലിലും അതിനുശേഷം അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ദയ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ പോയി. അവിടെ ഒരു 20 ദിവസത്തോളം ഉണ്ടായി. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോന്നു. കുറേ കാര്യങ്ങളൊക്കെ ബെറ്ററായി ഉണ്ടായിരുന്നു വെച്ചാലും കൈയും കാലും ഒരു നല്ലോണം അങ്ങോട്ട് പെരുമാറാറായി ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡ് ഇടത്തെ ഭാഗം. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടന്നു. പക്ഷേ അതിന് ഈ 2 കൊല്ലം ഈ സ്റ്റേജിൽ എത്തിയിട്ട് ഒരു 2 മാസത്തോളമായി. പക്ഷേ അങ്ങനെ അതിനൊരു പിന്നെ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാനില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ ആയുഷ് ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ അറിവ് കിട്ടിയതും അങ്ങനെ ഇവിടെ വരാമെന്ന് വിചാരിച്ചു. അവിടെ വന്നപ്പോൾ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും നോക്കുക എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ 14 ദിവസമായെങ്കിലും നമുക്ക് ആ ഉദ്ദേശിച്ച ഒരു ഫലം ഏകദേശം കിട്ടി. പിന്നെ പുസ്തകങ്ങൾ കുറച്ച് പഴയതായതുകൊണ്ട് അതിനുള്ള വ്യത്യാസം പ്രതീക്ഷിച്ച പോലെ മുഴുവനായിട്ടില്ലെങ്കിലും എന്നാലും വന്ന അവസ്ഥയ്ക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കൈ കാലം കൂടുതൽ നീർത്താനും വിരലുകളൊക്കെ കൂടുതൽ നീരും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് നല്ല തൃപ്തിയാണ്. പിന്നെ ഇവിടുത്തെ ആകെപ്പാടെ അന്തരീക്ഷവും നല്ലൊരു അന്തരീക്ഷം, ഒരു ഹോം വീട്ടിൽ കിടക്കുന്ന ഒരു ആസ്പത്രിയുടെ അന്തരീക്ഷത്തിനേക്കാളും കൂടുതൽ നമുക്കൊരു വീട്ടിൽ തന്നെ നിൽക്കുന്ന പോലെയുള്ളൊരു നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ ഡോക്ടർമാരും അതുപോലെ മറ്റ് സ്റ്റാഫും എല്ലാവരും നല്ല ഒരു പെരുമാറ്റം എല്ലാം നമുക്ക് നല്ല ഫീലിംഗ് ആണ് ഇവിടുന്ന് പോകുമ്പോൾ തോന്നുന്നത്. പിന്നെ ഭക്ഷണം നമുക്ക് പ്രത്യേകിച്ചും നമുക്കൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണം നല്ല ഭക്ഷണം, വളരെ വൃത്തിയായിട്ടുള്ള നല്ല ഒരു ഭക്ഷണം തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ പൊതുവെ നല്ലൊരു അഭിപ്രായം ആണ് നമ്മൾ ആസ്പത്രിയെ പറ്റി പറയാനുള്ളത്.